മത്സരിച്ച 27 സീറ്റുകളിൽ 22ലും വിജയിക്കാനായതോടെ ലീഗ് കേരള രാഷ്ട്രീയത്തിലെ അനിഷേധ്യ സാന്നിധ്യമെന്ന് ഉറപ്പിച്ചു. പേരാമ്പ്രയിലേത് CPM-നെ വിറപ്പിച്ച അപ്രതീക്ഷിത വിജയമെങ്കിൽ കളമശ്ശേരിയിലേത് ലീഗിന്റെ മധുര പ്രതികാരം. കോഴിക്കോടും മലപ്പുറത്തും കാസർകോടും പാലക്കാടും മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും ലീഗ് വിജയിച്ചു. കാത്തിരുന്ന ഒരു വിജയമാണ് ഇന്ന് കേരളം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാസക്കാലമായി ഓരോ കേരളീയനും ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് ലീഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. യാതൊരു ഒരു ഹിസ്റ്ററി, ലീഗ് എപ്പോഴും ഹിസ്റ്ററി ഉണ്ടാക്കി മുന്നോട്ട് പോയ പാർട്ടിയാണ്. കോഴിക്കോട്ടെ UDF-ന്റെ മിന്നും ജയത്തിന് പിന്നിലും ലീഗ് നിർണായക ശക്തിയായി. PK കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടുന്ന കാഴ്ചയ്ക്കും 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷിയായി. 85,327 ഒടുവിലത്തെ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം. LDF കൺവീനർ TP രാമകൃഷ്ണനെ വീഴ്ത്തിയ ഫാത്തിമ തഹ്ലിയ ഈ തെരഞ്ഞെടുപ്പിലെ മിന്നും താരമാണ്. V അബ്ദുറഹ്മാനെ പരാജയപ്പെടുത്തിയ കുറുക്കോളി മൊയ്തീനും P രാജീവിനെ വീഴ്ത്തിയ VE അബ്ദുൾ ഗഫൂറും അഭിമാന താരങ്ങളായി. UDF-ൽ മുസ്ലിം ലീഗ് കൂടുതൽ ശക്തിയാർജിക്കുന്ന കാലത്തിനാകും കേരളം ഇനി സാക്ഷ്യം വഹിക്കുക. മത്സരിച്ച 95% സീറ്റുകളിലും വിജയം. മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായക ശക്തിയാകുന്നുവെന്ന സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. മലപ്പുറത്ത് നിന്ന് മുഹമ്മദ് അർഷാഖിനൊപ്പം നിഖിൽ പ്രമേഷ്, 24.